Giants Gold 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സണായി കോൺഗ്രസിലെ റെജി ജോൺ ചുമതലയേറ്റു. നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ LDFിലെ സണ്ണി കുര്യാക്കോസിനെ പരാജയപ്പെടുത്തിയാണ് റെജി ജോണിന്റെ വിജയം. കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സണായി കോൺഗ്രസിലെ റെജി ജോൺ ചുമതലയേറ്റു. നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ LDFിലെ സണ്ണി കുര്യാക്കോസിനെ പരാജയപ്പെടുത്തിയാണ് റെജി ജോണിന്റെ വിജയം. റെജി ജോൺ 16 വോട്ടും സണ്ണി കുര്യാക്കോസ് 10 വോട്ടുകളും നേടി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ 4ാം വാർഡ് കൌൺസിലറും കൂത്താട്ടുകുളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമായ റെജി അടുത്ത 5 വർഷത്തേക്ക് ചെയർപേഴ്സണാകും. ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട റെജി ജോൺ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. മണിമലക്കുന്ന് ഗവൺമെന്റ് കോളേജിൽ നിന്ന് KSUവിലൂടെയാണ് റെജി ജോൺ പൊതുപ്രവർത്തന രംഗത്തെത്തുന്നത്. എന്നെ നിങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യണം, അത് കൃത്യമായി ചെയ്തിരിക്കുമെന്ന് മാത്രമാണ് എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയുവാനുള്ളത്. ഈ മുനിസിപ്പാലിറ്റിയിൽ ഇതിനു മുമ്പ് സംഭവിച്ചതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ ഒരു മുനിസിപ്പാലിറ്റി പ്രവർത്തിക്കണമെന്നാണ് UDFന്റെ ആദ്യത്തെ തന്നെ ആഗ്രഹം. അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ കുഴപ്പങ്ങൾ, അടിസ്ഥാനപരമായ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തിക്കൊണ്ട് കൂത്താട്ടുകുളത്തിന്റെ പഴയ പേരും പെരുമയിലേക്ക് എത്തിക്കുവാനായിട്ട് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. പാലാ സെന്റ് തോമസ് കോളേജ് KSU യൂണിറ്റ് പ്രസിഡന്റ്, യൂണിയൻ ഭാരവാഹി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി, സഹകരണ ആശുപത്രി ഭരണസമിതി അംഗം, ഭവന നിർമ്മാണ സംഘം പ്രസിഡന്റ്, അർബൻ ബാങ്ക് പ്രസിഡന്റ്, ഡയറക്ടർ ബോർഡ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. വൈസ് ചെയർപേഴ്സൺ സ്ഥാനം 6ാം വാർഡ് പ്രതിനിധി ലിസി ജോസ്, 22ാം വാർഡ് പ്രതിനിധി സാറ TS എന്നിവർക്ക് 2 വർഷം വീതവും 11ാം വാർഡിൽ നിന്നും നറുക്കെടുപ്പിലൂടെ വിജയിച്ച വത്സല സജീവിന് 1 വർഷവും നൽകുന്നതിന് UDF പാർട്ടി തീരുമാനിച്ചു. 26 ഭരണസമിതിയിൽ UDF 16, LDF 10 എന്നിങ്ങനെയാണ് കക്ഷിനില. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.